അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മുഹറം മാസത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് അതിനുള്ള ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ഈ ഒരു മുഹറം മാസം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ദിക്റുകളും അതുപോലെ സുന്നത്തും നോമ്പുകളൊക്കെ നയിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മാസമാണ്. അള്ളാഹു ബഹുമാനിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ നമ്മളും ഈ ഒരു മുഹറം മാസത്തെ ബഹുമാനിക്കണം. ഈ ഒരു മാസത്തെ വില കുറച്ച് കാണുന്നവർ, അതുപോലെ ഈ ഒരു മാസത്തിൽ ദിക്റൊന്നും ചൊല്ലാണ്ട് ഇബാദത്തുകളൊന്നും എടുക്കാണ്ട് നമ്മൾ വില കുറച്ച് കാണുന്നവരുണ്ടെങ്കിൽ അവർ ഒന്ന് സൂക്ഷിക്കുക. അവരെ പടച്ച റബ്ബും വില കുറച്ച് കാണും. അവർക്ക് ഈ ഒരു വർഷം മുഴുവനും അല്ലാഹു തആല ബറക്കത്ത് തരുകയില്ല. കാരണം അല്ലാഹു ബഹുമാനിച്ച ഒരു മാസമാണ് ഇത്. ഈ ഒരു മാസത്തെ നമ്മൾ ബഹുമാനിക്കണം. ഈ ഒരു മാസത്തിൻ്റെ പവിത്രത ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മാസത്തെ ബഹുമാനിക്കാൻ ശ്രദ്ധിക്കുക. മുഹറം മാസം എന്ന് പറയുന്നത് നമ്മൾ 113 ബിസ്മിയൊക്കെ എഴുതുന്നില്ലേ, നമുക്ക് ഈ ഒരു വർഷത്തിൽ നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തോളൂ. അള്ളാഹു നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു വരുന്ന വർഷം നമുക്ക് നല്ലതായിട്ട് തീരാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ ഒരു മാസം നിങ്ങൾ ഇബാദത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു മാസത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളുടെ പ്രവൃത്തിയിലോ നിങ്ങളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിലോ മറ്റുള്ളവർക്ക് വേദനിപ്പിച്ചാൽ അള്ളാഹു ഈ ഒരു വർഷം മുഴുവൻ നിങ്ങളെയും വേദനിപ്പിക്കും. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ ജാതിയിലും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊണ്ടുവരിക. ഉറപ്പായിട്ടും ഈ ഒരു മാസത്തിൽ നിങ്ങൾ അദബ് പാലിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഈ ഒരു വർഷം മുഴുവൻ നല്ല ബറക്കത്തും സാമ്പത്തികവും എല്ലാം നിങ്ങൾക്ക് ഉയർത്തിത്തരും. ഇത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, നിങ്ങളുടെ പ്രവൃത്തിയിൽ ഒന്നും വേദനിപ്പിക്കരുത്. എല്ലാവരും ശ്രദ്ധിക്കുക. അഥവാ അങ്ങനെ ആരെങ്കിലും പിണക്കമുണ്ടെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ പോയിട്ട് നന്നാക്കുക. പിണങ്ങി നിൽക്കുന്നവർ പെട്ടെന്ന് തന്നെ നന്നായിക്കോളി. കുടുംബക്കാരോടോ അയൽവാസികളോടോ പിണങ്ങി നിൽക്കുന്നവർ നന്നായിക്കോളി. ഇവരുടെ ദുആയ്ക്കൊന്നും ഉത്തരം കിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ തരും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ മാക്സിമം വിഷമിപ്പിക്കാതിരിക്കുക. അതുപോലെ ഈ ഒരു മാസത്തെ നമ്മൾ ബഹുമാനിച്ച് നല്ല ഇബാദത്തൊക്കെ ചെയ്ത് കാണുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.